ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ അത്താഴം മുതൽ നോമ്പുതുറ വരെയുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ റമദാനിലെ ഫസ്റ്റ് ഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 4:30 തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വെള്ളയപ്പവും ചിക്കൻ കറിയാണ്. അത് തലേദിവസം തന്നെ രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളയപ്പം കൂടി ചുട്ടെടുക്കട്ടെ. ഇനിയിപ്പോൾ കട്ടൻ ചായക്കും കൂടി ഒന്ന് വെള്ളം വെക്കാനുണ്ട് കേട്ടോ. ഇന്നത്തെ ചായ ഞാൻ ഇതിലാണ് കേട്ടോ വെക്കുന്നത്. ഇത് നെസ്റ്റേഷ്യയുടെ ഗ്ലാസ് ടീ പോട്ടാണ്. 700 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പ്രീമിയം ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ട്രെയിനറും ഇൻഫ്യൂസറൊക്കെയാണ് ഇതിന് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ ലിഡ് വരുന്നത്. പിന്നെ ഡിഷ് വാഷർ സേഫ് ആണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിനറും ലിഡൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ ഡിഷ് വാഷറിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് 4 സെറ്റായിട്ട് വരുന്ന സെറാമിക്കിൻ്റെ സ്റ്റാക്കബിൾ മഗ് സെറ്റാണ്. ഡസ്റ്റി പിങ്ക് ആണ് വരുന്നത്. 270 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. മൈക്രോവേവ് സേഫ് ആണ്, ഡിഷ് വാഷർ സേഫ് ആണ്. ഇതിന് താഴെ ഭാഗം വരുന്നത് റിബിഡ് ടെക്സ്റ്റ് ആണ്. പ്രീമിയം സെറാമിക് ആണ് കേട്ടോ വരുന്നത്. സ്റ്റാക്കബിൾ ഡിസൈൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്പേസ് സേവിംഗ് ആണ്. ഇനിയിപ്പോൾ കട്ടൻ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് സെറാമിക്കിൻ്റെ സെറ്റ് ഓഫ് 3 വരുന്ന ജാർസ് ആണ്. അതുപോലെ ലിഡും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പ് കാണാൻ തന്നെ നല്ല രസമാട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി 400 ml ആണ്. പിന്നെ ഇതിൻ്റെ ലിഡിൽ സിലിക്കോൺ റിങ്സ് ആണ് വരുന്നത്. അതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങളും നമുക്കിതിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും നട്ട്സ് ആയാലും അങ്ങനെ എന്ത് നമുക്ക് ഇട്ട് വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വുഡൻ ട്രേയും വരുന്നുണ്ട്. നല്ല ഈസി ഗ്രിപ്പായിട്ടുള്ള ഹാൻഡിലും വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ടീ പൗഡറും ഷുഗറുമാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടൻ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്മിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ടീ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ചൂടാക്കിയത് അതും പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ടിന്നിലാട്ടോ ഇട്ട് വെക്കുന്നത്. ഇത് 4 സെറ്റായിട്ട് വരുന്ന സ്ക്വയർ ഗ്ലാസ് ജാർസ് ആണ്. ഇതിൻ്റെ ലിഡ് വരുന്നത് മെറ്റലാണ്. 850 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 100% ഫുഡ് സേഫ് ആണ്. ലിഡ് മെറ്റലാണ് വരുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്. ഇനി വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 2 സെറ്റിൻ്റെ ഗ്ലാസ് ജാർസ് ആണ്. 750 ml ആണ് കേട്ടോ എൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ ലിഡ് കോർക്കാണ്, അതായത് നാച്ചുറൽ കോർക്കാണ് കേട്ടോ ഇതിൻ്റെ ലിഡ് വരുന്നത്. കർവ്ഡ് ഷേപ്പിലാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ലുക്കാണ്. ഇത് നമുക്ക് ഡെക്കറേറ്റംസ് ആയിട്ടും അതുപോലെ സ്റ്റോറേജ് ഐറ്റംസ് ആയിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇട്ട് വെക്കുന്ന സാധനങ്ങൾക്ക് നല്ല ഫ്രഷും സേഫായിട്ടിരുന്നോളും. അതുപോലെ നമുക്ക് ഓപ്പൺ ഷെൽഫിലും അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള 2 ജാറാണ്. ഇത് 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ട് വരുന്ന ഫുഡ് കണ്ടെയ്നറാണ്. ചെറുത് 4 220 ml വലുത് 1320 ml ആണ് കേട്ടോ വരുന്നത്. ഹൈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. BPA ഫ്രീ PE ലിഡാണ് വരുന്നത്. മൈക്രോവേവ് സേഫ് ആണ്. ലിഡ് മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഓവനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഗ്രൂഡ് ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ ബേസ് വരുന്നത്.
അതുപോലെ ഡിഷ് വാഷർ സേഫാണ്, ഫ്രീസർ സേഫാണ്. ഇതിൻ്റെ എന്ത് ഐറ്റംസാണ് ഇതിലുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതല്ലെങ്കിൽ സവാള കട്ട് ചെയ്ത്, അങ്ങനെ എന്ത് നമുക്ക് ഇഷ്ടമുള്ളത് എന്തും നമുക്ക് ഇട്ട് വെക്കാം. ഇത് ഞാനിപ്പോൾ അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് കയറിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇന്നിപ്പോൾ ബീഫ് കറിയും പത്തിരിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ബീഫ് കറി ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സായിട്ട് കട്ട്ലറ്റ് റെഡിയാക്കിയതും സമൂസ റെഡിയാക്കിയതൊക്കെ ഫ്രീസറിലുണ്ട്. ഇനിയിപ്പോൾ ആ സമയത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വൈറൽ സാൻഡ്വിച്ചാണ്, അത് ഇഡ്ഡലി തട്ട് സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനും മുട്ടയൊക്കെ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ചിക്കൻ ഞാൻ പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുവന്ന മുളകും പിന്നെ 5-8 വെളുത്തുള്ളിയും അതും വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 സെറാമിക്കിൻ്റെ ബൗൾസാണ്. ബേക്കിംഗ് ചെയ്യാനും സെർവ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബൗൾസാണ് കേട്ടോ ഇത്. വലുതിൻ്റെ 2100 ml ആണ് കപ്പാസിറ്റി, ചെറുത് 1400 ml ആണ് കേട്ടോ. പെബിൾ ഡിസൈനാണ് വരുന്നത്. മൈക്രോവേവ് സേഫാണ്, ഡിഷ് വാഷർ സേഫാണ്. മിൻറ്റ് ഗ്രീനാണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. നമ്മുടെ കിച്ചണിലേക്ക് സ്റ്റൈലിഷ് ആക്കി വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സെറാമിക്കിൻ്റെ ബൗൾസാണ്. ഇതിൻ്റെ ടെക്സ്ചർ നല്ല സ്മൂത്താണ്, ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. സാൻഡ്വിച്ചിൻ്റെ മിക്സിങ് ഞാൻ ഈ ബൗളാണ് കേട്ടോ ചെയ്യുന്നത്. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, കുറച്ച് മല്ലിയില ഒക്കെ എടുത്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ വേവിച്ചെടുത്ത സംഭവങ്ങളെല്ലാം, അതായത് ചിക്കൻ ഒഴിച്ച് ബാക്കിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് 2 വലിയ സ്പൂൺ കട്ടത്തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഈ ബൗളിൽ നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കാനും പത്തിരിക്ക് മാവ് കുഴക്കാനൊക്കെ നല്ല ബെസ്റ്റ് ബൗളാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കനും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സമയത്ത് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇത് സെറാമിക്കിൻ്റെ സെർവിങ് പ്ലാറ്ററാണ്. സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. ബ്ലൂ കളറാണ്. 100% സേഫാണ്. ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. ഹാൻഡിൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. സിമെട്രിക്കൽ ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. സ്നാക്സ്, സ്റ്റാർട്ടർ, ഡെസേർട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാറ്ററാണ്. ഇതൊരു ബേ ലീഫിൻ്റെ ഷേപ്പിൽ വരുന്ന സെറാമിക്കിൻ്റെ പ്ലാറ്ററാണ്. എൻ്റെ 13 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. ഫുഡ് സേഫ് ആണ്. എലഗന്റ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ പ്ലാറ്ററിലെ പൂരി, ബട്ടൂര, നെയ്പ്പത്തൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർവ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് സെർവ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാറ്ററാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കൂടി ഞാൻ ഗ്രീൻ ബൗളിൽ ഒന്ന് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ജഗ്ഗും 6 ഗ്ലാസും കൂടി സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് ജഗ്ഗിൻ്റെ കപ്പാസിറ്റി വരുന്നത് 1800 ml ആണ്. ബാംബു ലിഡാണ് വരുന്നത്. സിലിക്കോൺ ഗ്ലാസ്കറ്റാണ്. പ്രീമിയം ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ജഗ്ഗാണ് കേട്ടോ. വാഷർ സേഫാണ്. പിന്നെ ഇതിൻ്റെ 6 ടംബ്ലർ കൂടി വരുന്നുണ്ട്. 300 ml ആണ് കേട്ടോ എൻ്റെ കപ്പാസിറ്റി. നല്ലൊരു ടെക്സ്ചർ ഡിസൈനാണ് കേട്ടോ ജഗ്ഗിനും ടംബ്ലറിനൊക്കെ വരുന്നത്. ഇന്നിപ്പോൾ വാട്ടർമെലൺ ജ്യൂസാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ അതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 3 ഗ്ലാസ് സെർവിങ് ബൗളും ട്രേയും കൂടി സെറ്റായിട്ട് വരുന്നതാണ്. നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ ഗ്ലാസ്സിന്. ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഷേപ്പിലാണ് എൻ്റെ വുഡൻ ബേസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കപ്പാസിറ്റി 250 ml ആണ് കേട്ടോ വരുന്നത്. യൂണീക്ക് ആയിട്ടുള്ള ഷേപ്പാണ്. ബാംബു വുഡാണ് ബേസ് വരുന്നത്. സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ബൗള്. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സെറ്റ് തന്നെയാണ്. ഇത് 4 സെറ്റായിട്ട് വരുന്ന സൂപ്പ് ബൗൾസ് ആണ്. സ്പൂണും കൂടി അതിനൊപ്പം വരുന്നുണ്ട്. 350 ml ആണ് കപ്പാസിറ്റി. ടിയർ ഡ്രോപ്പ് ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഓരോ ബൗളിനും ഓരോ സ്പൂൺ വെച്ച് വരുന്നുണ്ട്. 100% ഫുഡ് സേഫാണ്. മൈക്രോവേവ് സേഫാണ്. ഡിഷ് വാഷർ സേഫാണ്. ഇതിൽ നമുക്ക് സൂപ്പ്, അതുപോലെ തന്നെ ഇന്നിപ്പോൾ നോമ്പൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് റവ കാച്ചിയത്, അതുപോലെ തന്നെ ജീരകക്കഞ്ഞി അങ്ങനെയുള്ളതൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ബൗളാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജീരകക്കഞ്ഞിയാണ് ഇതിൽ സെർവ് ചെയ്തിട്ടുള്ളത്. ഓരോ ബൗളിനും ഓരോ സ്പൂൺ വെച്ച് വരുന്നുണ്ട്. അതും സെറാമിക്കാണ് കേട്ടോ സ്പൂണും വരുന്നത്. ഇത് 4 സെറ്റായിട്ട് വരുന്ന ചായ ഗ്ലാസ് ആണ്. ഇതിൻ്റെ സ്റ്റാൻഡ് കൂടി വരുന്നുണ്ട്. ഗോൾഡ് മെറ്റൽ സ്റ്റാൻഡ് കൂടി വരുന്നുണ്ട്. അയൺ മെറ്റൽ സ്റ്റാൻഡാണ് വരുന്നത്.
ടോപ്പിൽ ഹാൻഡിലും വരുന്നുണ്ട്. ഇത് നമുക്ക് ചായ കോഫിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ചായ കൂടി പതിവുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കേണ്ട സമയമായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാണ് കേട്ടോ ഡൈനിങ് ടേബിളിൽ. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.